ഹായ്. അന്ന് എൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ വീഡിയോ കണ്ടിട്ട് പലർക്കും ഗുണം ചെയ്തെന്ന് പറഞ്ഞു. ഒരുപാട് പേർക്ക് അത് പോസിറ്റീവായി കാര്യങ്ങൾ നടന്നു എന്നറിഞ്ഞു. വലിയ സന്തോഷം. ഇപ്പോൾ ഞാൻ പറയുന്നത് ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കാനുള്ള ഒരു ടിപ്പ്. അതും പലരും എന്നോട് ചോദിച്ചതാണ്. അത് മറ്റൊന്നുമല്ല, നമ്മളൊരു ബേ ലീഫ് എടുക്കുക. ബേ ലീഫ് എന്ന് പറയുമ്പോൾ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന നമ്മളൊരു ബിരിയാണി ലീഫ് പറയും. അതിന് ഒരു ലീഫ് ഉണ്ടല്ലോ, ആ ഇല നമ്മൾ ഒരു മസാലയുടെ കൂടെ ഒക്കെ കിട്ടുന്നതാണ്. അത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഉണങ്ങിയ ലീഫ്. അതിൻ്റെ പുറത്ത് അതിൻ്റെ അറ്റം ആ തുമ്പ് വരുന്ന ഭാഗത്ത് അതിൻ്റെ താഴോട്ട് 1133 1133 എന്ന് ഒരു പച്ച മഷി കൊണ്ട് എഴുതുക. നിങ്ങൾ പച്ച മഷി കൊണ്ട് എഴുതുക. അതിൻ്റെ അടിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട്, ഇപ്പം നിങ്ങൾക്കൊരു വീടാണ് വേണ്ടുന്നതെങ്കിൽ ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വീട്ടിൽ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് പറയാം. അതേപോലെ ഒരു ജോലിയാണെങ്കിൽ ഞാൻ പുതിയ ജോലിയിൽ പ്രവേശിച്ച് എനിക്ക് നല്ല സാലറി കിട്ടിയതിൽ സന്തോഷം, പ്രപഞ്ചനാഥന് നന്ദി. അടിയിൽ എഴുതേണ്ടത് പ്രപഞ്ചനാഥന് നന്ദി. ഇപ്പോൾ കല്യാണമാണ് മക്കളുടെയൊക്കെ വേണമെങ്കിൽ എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത്, പ്രപഞ്ചനാഥന് നന്ദി എന്നെഴുതുക. എന്നെഴുതി വെച്ചിട്ട് നമ്മൾ നമ്മുടെ പേഴ്സിൽ വയ്ക്കുക. നമ്മളെപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മളത് ഇടയ്ക്ക് തുറന്ന് നോക്കണം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ദിവസവും തുറക്കുന്നത് നല്ലതാണ്. തുറന്ന് നോക്കിയിട്ട് അതൊന്ന് കണ്ട് വിഷ്വലൈസ് ചെയ്യുക. അത് നടന്നതായിട്ട് നമ്മൾ കാണുക. നമ്മുടെ നടക്കാൻ ആഗ്രഹത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ നടന്നതായിട്ട് അത് വിഷ്വലൈസ് ചെയ്യുക. അത് സന്തോഷമായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ സന്തോഷം നല്ല പുതിയ വീട്ടിൽ താമസിക്കുന്നു, ഒക്കെ നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ആ ലീഫിൽ നോക്കിക്കൊണ്ട്, നമ്മൾ എഴുതിയ ലീഫിൽ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ഇത്തിരി നേരം വിഷ്വലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും അത് നടക്കും, ഉറപ്പായിട്ടാണ്. അനുഭവം ഉണ്ടായിട്ട് പറയുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും അത് ചെയ്യുക. അത് നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതിന് ശേഷം അത് കത്തിച്ച് ചാമ്പലാക്കി ഊതിക്കളഞ്ഞാൽ മതി. Bye.